യഹോവയായ ദൈവത്താൽ സ്ഥാപിതമായ മഹൽ സ്ഥാപനമാണ് കുടുംബം. ഭർത്താവും ഭാര്യയും മക്കളും മരുമക്കളും കൊച്ചുമക്കളുമായി ചേർന്നതോ ഭർത്താവും ഭാര്യയും മാത്രമായ കുടുംബങ്ങളുടെ അടിസ്ഥാന ശില എന്ന് പറയുന്നത് സ്നേഹവും സന്തോഷവും സമാധാനവും പരസ്പര ബഹുമാനവും പരസ്പര കരുതലും ആശ്രയവും ഒക്കെയാണ്. ഒരാൾ മറ്റൊരാളെ സ്വാന്തനിപ്പിക്കുന്നു, കരുതുന്നു, സ്നേഹിക്കുന്നു, പരസ്പരം ബഹുമാനിക്കുന്നു. ഇതൊക്കെയാണ് കുടുംബത്തിന്റെ അടിസ്ഥാനപരമായ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കുടുംബങ്ങളിൽ സന്തോഷം നിലനിൽക്കും, സമാധാനം നിലനിൽക്കും. പരസ്പരം സ്നേഹത്തോടും സന്തോഷത്തോടും മുൻപോട്ട് പോകുമ്പോൾ ഈ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. എന്നാൽ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ ശിഥിലമായി കൊണ്ടിരിക്കുന്ന കുടുംബങ്ങളെയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ദൈവാശ്രയം നഷ്ടപ്പെട്ടവരായി പരസ്പരം കലഹിക്കുകയും വകവരുത്തുകയും കൊലപാതകങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന തലത്തിലേക്ക് ഇന്നത്തെ കുടുംബങ്ങൾ ശിഥിലമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സ്വഭാവ രീതികളിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. എന്നാൽ ദൈവാശ്രയമുള്ള ഒരു കുടുംബം ദൈവം ആഗ്രഹിക്കുന്നത് അതെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവവചനം വായിച്ചുകൊണ്ട് ദൈവത്തോട് നിരന്തരമായ സമ്പർക്കത്തിലും സ്നേഹത്തിലും മുൻപോട്ട് പോകുന്ന ഒരു കുടുംബത്തിന് അതെ ഏറ്റവും അനുഗ്രഹമായ നിലയിൽ തങ്ങളുടെ ജീവിതത്തെ മുൻപിൽ വെക്കുവാൻ, മാതൃകാപരമായ ജീവിതം കാഴ്ചവെക്കുവാൻ ഇടയായിത്തീരും. അപ്പോൾ ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെട്ട് മുൻപോട്ട് പോകണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ നാം ചെയ്യണം? ഒന്ന്, ഒന്നിച്ചു പാർക്കുക. ഇന്ന് പലരും ഒരു കുടുംബത്തിനകത്താണെങ്കിൽ പോലും 2 റൂമുകളിലായിട്ട് അവരുടെ ജീവിതം അവരുടേതായിട്ടുള്ള സ്വകാര്യതയിലേക്ക് അവർ കടന്നു പോകുന്നു. അവിടെയൊക്കെ കലഹങ്ങളും അസമാധാനം അസ്വൈര്യക്കേടുകളൊക്കെ വർദ്ധിച്ചു വരികയാണ്. എന്നാൽ കർത്താവിന്റെ വചനം നമ്മെ അനുശാസിക്കുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത് ഒന്നിച്ചു പാർക്കുന്ന കുടുംബമാണ് അനുഗ്രഹിക്കപ്പെട്ട കുടുംബം എന്ന് പറയുന്നത്. ഒന്നിച്ചു പ്രാർത്ഥിക്കുന്ന കുടുംബമാണ് അനുഗ്രഹമായി മുൻപോട്ട് പോകുന്നത്. കുടുംബ പ്രാർത്ഥനകൾ ഇന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. കുടുംബ പ്രാർത്ഥനകൾ ഇല്ലാതെ ആയി തീർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ബിസിയാണ്, അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഏർപ്പെട്ടു പോകുകയാണ്. ഒന്നിച്ച് കുടുംബമായി ഇരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയാതെ അവരുടേതായിട്ടുള്ള സ്വകാര്യതകളിലേക്ക് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് സ്ഥാനമില്ലാതെ, ദൈവത്തിന്റെ പ്രവൃത്തികൾക്കും പദ്ധതികൾക്കും സ്ഥാനമില്ലാതെ മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഒന്നിച്ച് പാർക്കുന്ന കുടുംബത്തിൽ ഒന്നിച്ചുള്ള പ്രാർത്ഥനകൾ അനിവാര്യമാണ്, അതെ ആവശ്യമാണ്. ഒന്നിച്ച് തിരുവചനങ്ങളെ വായിക്കുക. നിരന്തരമായി കുടുംബ പ്രാർത്ഥനകളിൽ വചനം വായിക്കുന്നത് ഒരു കുടുംബത്തിലെ നാഥൻ ആ തിരുവചനങ്ങൾ വായിച്ച് തന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ഒക്കെ അത് പ്രബോധനങ്ങളായി പറഞ്ഞു കൊടുക്കുന്നത് ഏറ്റവും അനുഗ്രഹമാണ്. ഇന്നത്തെ കാലങ്ങളിൽ അതൊക്കെ ഇല്ലാതെയായി പോകുന്ന ആ ശീലങ്ങളൊക്കെ മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടങ്ങളെ കുറിച്ചാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അപ്പോൾ ഒന്നിച്ച് തിരുവചനങ്ങളെ വായിക്കുക. മാത്രമല്ല പരസ്പരം സ്നേഹിക്കുന്ന, പരസ്പരം ബഹുമാനിക്കുന്ന, പരസ്പരം കരുതുന്ന കുടുംബങ്ങളാണ് നിലനിൽക്കുന്നത്. കർത്താവ് നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് പരസ്പരം സ്നേഹിക്കാനാണ്, പരസ്പരം ബഹുമാനിക്കാനാണ്. ഭാര്യയും ഭർത്താവും ചെയ്യേണ്ടതായിട്ടുള്ള അവരുടേതായിട്ടുള്ള കടമകളെ നിറവേറ്റിക്കൊണ്ട് ഭാര്യയോടുള്ള ബന്ധത്തിൽ, ഭർത്താവിനോടുള്ള ബന്ധത്തിൽ, മക്കളോടുള്ള ബന്ധത്തിൽ, മക്കൾക്ക് അമ്മയപ്പന്മാരോടുള്ള ബന്ധത്തിൽ ഇങ്ങനെയുള്ളതായ കാഴ്ചപ്പാടുകൾ, കാര്യങ്ങളൊക്കെ ചെയ്ത് മുൻപോട്ട് പോകുമ്പോഴാണ് ആ കുടുംബങ്ങൾ അനുഗ്രഹമായി മുൻപോട്ട് പോകുന്നത്. അപ്പോൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബം, ഒന്നിച്ച് ആരാധിക്കുന്ന കുടുംബം, തിരുവചനം വായിക്കുന്ന കുടുംബം, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ദൈവഹിതം ത്തിന് പ്രാമുഖ്യം നൽകുന്ന ഒരു കുടുംബമാണ് വിശുദ്ധമായിട്ടുള്ള ഒരു കുടുംബമായി ആകുന്നത്. അങ്ങനെയെങ്കിൽ ഈ കാലഘട്ടങ്ങളിൽ അനുഗ്രഹമായ കുടുംബജീവിതം നയിപ്പാൻ അതെ പ്രിയപ്പെട്ടവരെ, കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു കുടുംബം ഒരിക്കലും നശിച്ചു പോകുവാൻ ദൈവം അനുവദിപ്പിക്കുകയില്ല. ഒത്തിരി ഡിവോഴ്സുകൾ ഈ കാലഘട്ടങ്ങളിൽ നടക്കുന്നു. ഒത്തിരി ബന്ധങ്ങൾ തകർന്നു പോകുന്നു. അതേ തലമുറകൾക്ക് അമ്മയപ്പന്മാരെ നഷ്ടമായി പോകുന്നു. ഇങ്ങനെയുള്ള അനവധി വിഷയങ്ങളൊക്കെ നാം കണ്ടും കേട്ടും നമ്മുടെ ഇടങ്ങളിൽ തന്നെ അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടങ്ങളിൽ തന്നെ അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതിനൊക്കെ വിരാമം ഇട്ടുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബം അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കുടുംബം മുൻപോട്ട് നയിപ്പാൻ സർവശക്തനായ ദൈവം എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നൽകട്ടെ. കർത്താവിന്റെ വചനം പറയുന്നു,
മുപ്പിരിച്ചരുടെ വേഗത്തിൽ അറ്റുപോകയില്ല എന്ന്. ദൈവത്തിൽ ആശ്രയിക്കുന്ന കുടുംബം തകർന്നു പോകുവാൻ ദൈവം അനുവദിക്കുകയില്ല. അങ്ങനെയെങ്കിൽ ഒരു നിമിഷം ദൈവസന്നിധി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് പ്രാർത്ഥനയ്ക്കായി കർത്താവിന്റെ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു വരാം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ ദാനമായി തന്ന ഞങ്ങളുടെ കുടുംബ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഇന്നത്തെ കാലഘട്ടങ്ങൾ പരസ്പരം ബഹുമാനമില്ലാതെ, പരസ്പരം സന്തോഷമില്ലാതെ, പരസ്പരം കരുതലുകളില്ലാതെ സ്വകാര്യതയിലേക്ക്, അസൂയ അനുഭവത്തിലേക്ക് എത്തപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ സമാധാന പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുവാൻ അങ്ങേക്ക് കഴിയും. അങ്ങയെ ആശ്രയിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ ഞങ്ങളുടെ കുടുംബം മുൻപോട്ട് പോകുവാൻ കർത്താവ് ഞങ്ങളെ ഒരുക്കണമേ. അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ട് പോകുമ്പോൾ, അനേക കുടുംബങ്ങൾ നാശത്തിലേക്ക് ശിഥിലമായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ, ഈ കാലങ്ങളിൽ കർത്താവിൽ അനുഗ്രഹമായ കുടുംബങ്ങളായി തീരുവാൻ, കുടുംബജീവിതം മുൻപോട്ട് നയിപ്പാൻ ആവശ്യമാകുന്ന എല്ലാ കൃപയും ജീവിതങ്ങളിൽ കർത്താവ് നൽകട്ടെ എന്ന് കർത്താവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലേക്ക് സമാധാനം നൽകട്ടെ കർത്താവെ. നിന്റെ കൊത്തളങ്ങളിൽ സമാധാനവും നിന്റെ അരമനകളിൽ സ്വൈര്യവും ഉണ്ടാകട്ടെ എന്നുള്ള വചനത്താൽ ഞങ്ങളെ ഇന്ന് പകൽക്കാലം സ്വർഗം അനുഗ്രഹിച്ചാട്ടെ. കർത്തൃകരങ്ങളിലേക്ക് പൂർണ്ണമായി സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അനുഗ്രഹമായ കുടുംബജീവിതം നയിപ്പാൻ കർത്താവ് എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കുകളെ നിർത്തുന്നു. ഗോഡ് ബ്ലസ് യു ഓൾ.